നീറ്റ് ക്രമക്കേടിലെ വിദ്യാർത്ഥി രോഷത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡൽഹി പോലീസിന്റെ നരനായാട്ടിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം കനത്തതോടെ ബില്ലിന്മേലുള്ള ചർച്ച ഒഴിവാക്കി ലോക്സഭ ഇന്ന് പിരിഞ്ഞു. പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന പോലീസ് നടപടികളെ സുപ്രീംകോടതിയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സ്വതന്ത്രമായ പരിശോധന വേണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. അതേസമയം പ്രതിഷേധം നടത്തിയവർക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കുമെന്ന കേന്ദ്ര സർക്കാർ വാഗ്ദാനം ആസാമിലും ബീഹാറിലും ലംഘിച്ചെന്ന് CJP നേതൃത്വം ഇന്ന് ആരോപിച്ചു. ഇതിനിടെ നീറ്റ് പുനഃപരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സമരക്കാർക്കെതിരെയുള്ള ക്രൂരമായ നടപടികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ലേ? ഉന്നത പരീക്ഷകളിലെ ക്രമക്കേടിന് തടയിടാൻ പുതിയ നിയമം കൊണ്ട് സാധിക്കുമോ? കാണാം RDX റാപ്പ്. ജൂലൈ 20 പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിനെതിരെയാണ് പ്രതിപക്ഷ എംപിമാർ ഇന്ന് ഇരുസഭകളിലും പ്രതിഷേധമുയർത്തിയത്. ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചും ബീഹാറിൽ AK-47 തോക്ക് ഉപയോഗിച്ചും നടത്തിയ പോലീസ് ആക്രമണങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ സഭയ്ക്ക് മുന്നിൽ ബാനറുകൾ ഉയർത്തിയും പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിലും പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കുകയായിരുന്നു. 2024 മുതൽ പ്രാബല്യത്തിലുള്ള നിയമം കൂടുതൽ ശക്തമാക്കുകയാണ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനിടെ CJPക്ക് എതിരായ പോലീസ് അതിക്രമത്തെ ഇന്ന് സുപ്രീം കോടതിയും നിശിതമായി വിമർശിച്ചു. പോലീസിന്റെ അമിതാധികാരത്തെ ന്യായീകരിക്കാനാകില്ലെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. എന്നാൽ നീറ്റ് പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചവർക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹി പോലീസ്. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപ വീഡിയോകൾ പങ്കുവച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് ഉൾപ്പെടെ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നടന്ന പ്രതിഷേധത്തിനിടെ സമരക്കാർക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥൻ AK-47 തോക്ക് ഉപയോഗിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. അത് കാണാം. കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് ലംഘിക്കപ്പെട്ടുവെന്ന് CJP വക്താക്കൾ ഇന്ന് ആരോപിച്ചു. അത് കേൾക്കാം. जब 25 तारीख को हम लोगों ने कॉल ऑफ किया ये प्रोटेस्ट, हमारी आशंका थी तो थोड़ा ये प्रोटेस्ट का जो माहौल है वो थोड़ा गिर जाए. उसके बाद शायद ये सरकार इंडिविजुअल लेवल पे लोगों को टारगेट करना शुरू करे. एंड ये बहुत क्रेडिबल एप्रीहेंशन है. उसमें ऐसे ही लोगों को इंडिविजुअली टारगेट करके फंसाया गया झूठे मुकदमों में. आसाम में मैंने जहां लॉयर से बात करी, पता चला है कि कुछ 7-8 FIRs हैं जिसके अगेंस्ट लॉयर्स जो हैं मदद कर रहे हैं. एक लॉयर को भी अरेस्ट करा गया है जिसको जुडिशियल कस्टडी में भेजा गया है. कैलकाटा कोलकाता की वहाँ पे 11 लोगों को अरेस्ट करा गया है जिसमें से 10 मुस्लिम हैं. तो इससे हमें पता चल रहा है कि कैसे आप एक कम्युनिटी को टारगेट कर रहे हैं. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടികളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യസഭയിലും രൂക്ഷ വിമർശനമാണ് ഇന്നുയർന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്ന് ജോൺ ബ്രിട്ടാസ് MP സഭയിൽ ആരോപിച്ചു. Sir, Parliament is representing the people of this country. We always say that India is mother of democracy. Mother of democracy is India, sir. The capital city of the mother of democracy has been drenched with the blood of the innocent children of this country. Innocent children. പക്ഷേ ഇതിപ്പോൾ നമ്മൾ CJPയുടെ സമരം സക്സസ്ഫുള്ളി കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അവർക്ക് വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നിരിക്കുന്നു. ഈ കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയി എന്നാരോപിക്കുന്നു അവർ. സഭയിലും പുറത്തുമൊക്കെ വലിയ ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടാവുകയുമാണ്. എങ്ങനെ കാണണം അത്? അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി സമരം ചെയ്യുന്നു, ആ സമരത്തിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ സമരം ചെയ്യുന്നു, അവർ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാരണയായി പിരിയുന്നു എന്നത് ആണ് ഒരു പൊതുരീതി നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ധാരണയാവുന്ന വിഷയങ്ങളിൽ വാക്ക് പാലിക്കുക എന്നതാണ് സാധാരണ സർക്കാരോ അല്ലെങ്കിൽ അധികൃതരാരെങ്കിലും ആ ഭാഗത്ത് നിൽക്കുന്ന അധികൃതരാരെങ്കിലുമോ ഒക്കെ തയ്യാറാവുക. പക്ഷേ ഇവിടെ
വല്ലാതെ നൊന്തിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട് BJPക്ക്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നേരിട്ടുള്ള വിമർശനങ്ങൾ, അതിരൂക്ഷമായ വിമർശനങ്ങൾ BJPക്ക് നേരെ ഉണ്ടാകുന്നു, സർക്കാരിന് നേരെ ഉണ്ടാകുന്നു, നരേന്ദ്രമോദിക്ക് നേരെ ഉണ്ടാകുന്നു, ഒപ്പം അമിത്ഷായ്ക്ക് നേരെ ഉണ്ടാകുന്നു. അവിടേക്ക് ഈ വിമർശനങ്ങൾ കടന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടായത്. ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം എന്ന നിലയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാവുന്നത്. അത് അമിത്ഷായിലേക്കും നരേന്ദ്രമോദിയിലേക്കും വിമർശനങ്ങൾ രൂക്ഷമായി എത്തിയ ഘട്ടത്തിൽ. അപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ബാൽ നരേന്ദ്ര എന്ന് വിളിച്ച് പരിഹസിച്ച് മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയെല്ലാം യഥാർത്ഥത്തിൽ BJP പ്രവർത്തകരെയും ഈ സംഘപരിവാർ സംവിധാനത്തെ മൊത്തത്തിലും ഈ സർക്കാരിനെ തന്നെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഒരടി കൊണ്ടാൽ അടി കൊണ്ടവനൊരു വിഷമം കാണുമല്ലോ, ആ വിഷമമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ പാക്ക് പാലിക്കേണ്ടതാണ്. അതാണ് മാന്യമായ ഒരു രീതി. കാരണം ഇവരാരും അവിടെ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച് ചെന്നവരല്ല, ഒരു ക്രൈമിൽ ഏർപ്പെടാൻ തീരുമാനിച്ച് ചെന്നവരല്ല. ഒരു വിഷയത്തിൽ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമാധാനപരമായി സമരം ചെയ്തതാണ്. സമാധാനപരമായാണ് ഞങ്ങളുടെ സമരം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ അവരുടെ കയ്യിൽ തെളിവുകളും ഉണ്ടായിരുന്നു. അവരാക്രമിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടായിരുന്നു. സനീഷ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെല്ലാം വെച്ചാണ് ആക്രമിച്ചത്. ഇവിടെ ചില്ലി ബോംബ് വെച്ച് എറിഞ്ഞു, പഴക്കം ചെന്ന എന്നിട്ട് ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉപയോഗിച്ചു, ഈ ഷോക്കിംഗ് ബാറ്റൺ ഉപയോഗിച്ച് കുത്തി, അവസാനം ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം AK-47 വരെ പ്രയോഗിക്കപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ. 25-ാം തീയതി ഈ സിവാനിൽ AK-47 പ്രയോഗിച്ച് 3 വിദ്യാർത്ഥികൾ പരിക്കേറ്റു, ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. AK-47 വെടികൊണ്ടത്. അതായത് സാധാരണ അത് പ്രയോഗിക്കുന്ന ആർക്കെതിരെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? എവിടെയെങ്കിലും ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകുന്നിടത്ത് പോയി AK-47 പ്രയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? ഇല്ല. ഒന്നുകിൽ വല്ല ഭീകരവാദികൾക്കെതിരെയോ അല്ലെങ്കിൽ അതിർത്തിയിലോ ഒക്കെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ പറയുകയില്ല, ഈ പാറ്റയെ കൊല്ലാനായിട്ട് പാറ്റൻ ടാങ്കുമായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറയുമല്ലോ. ഇത് പാറ്റയെ കൊല്ലാനായിട്ട് AK-47 ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. AK-47 അതായത് ഈ സംവിധാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അതിനെ സംരക്ഷിക്കാനായി തീരുമാനിച്ചിറങ്ങിത്തിരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭീതി ഏതളവിൽ വരെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ AK-47 ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം, വിദ്യാർത്ഥി സമരത്തെ നേരിടാനായിട്ട് AK-47 പ്രയോഗിച്ച ചരിത്രമുണ്ടോ? അത് ആദ്യമായിട്ടല്ലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരത്രയും ഭീതിയിലായിരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി സമരത്തോടുള്ള ഭീതിയും അവരോടുള്ള രോഷവും അവരോടുള്ള വെറുപ്പും ദേഷ്യവും ഇതെല്ലാം പ്രകടമായത് ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ ലാത്തി ചാർജിന് ഇറങ്ങുന്നവർ ലാത്തി വെച്ചടിച്ചാൽ പോരെ, പക്ഷേ ലാത്തിയിൽ ആണിയും തറച്ചുകൊണ്ട് വന്നിട്ട് തന്നെ അടിക്കണം എന്ന് നിർബന്ധമുണ്ടോ? വിദ്യാർത്ഥിനികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ, ലൈംഗികമായി അതിക്രമിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഇതെല്ലാം ഏതാനും ദിവസം മാത്രം നിന്ന, അതായത് ഒരൊറ്റ ദിവസത്തെ ആക്ഷനിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. ഒറ്റ ദിവസത്തെ ആക്ഷനിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 2-ാം ദിവസമാണ് ദീവാനിലെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. പക്ഷേ ആ 1-2 ദിവസം കൊണ്ട് ഈ രാജ്യത്ത് ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് അത്രയും അവർക്ക് ഉള്ളിൽ അമർഷത്തോടെയാണ് ഈ ഒത്തുതീർപ്പിലേക്ക് അവരെത്തിയത്. ആദ്യമായാണ് കേന്ദ്രമന്ത്രിമാർ വളരെ പെട്ടെന്ന് തന്നെ വന്ന്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്തായാലും അവർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ വന്ന് ചർച്ച നടത്തുന്നു. ഇപ്പുറത്ത് വന്ന് വീണ്ടും അടുത്ത ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുമായിട്ട് വീണ്ടും ചർച്ച നടത്തുന്നു. ഈ ചർച്ചയ്ക്കെല്ലാം കേന്ദ്രമന്ത്രിമാർ തന്നെ വളരെ വേഗത്തിൽ ഇറങ്ങി വരുന്നതിൻ്റെ സാഹചര്യം ഇത് പരിഹരിക്കണമെന്നുള്ളത് ഒരു വശത്ത്, അപ്പുറത്ത് ഇതിനോടുള്ള ഭീതി, ഇതെല്ലാമാണ് ഇതിനെ അതിലേക്ക് നയിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അതിൻ്റെ ഈ മരം പെയ്യുന്നത്. അല്ലെങ്കിൽ മരം പെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രതികാര നടപടികളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് കപിൽ സിബൽ കൂടി വന്നിട്ടാണ് CJP നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തുന്നത്. മാത്രമല്ല ആദ്യം അദ്ദേഹം തന്നെ ഇവർക്ക് നിയമസഹായത്തിന് 1 കോടി രൂപ സംഭാവന ചെയ്തു. എന്നിട്ട് ഇനി അങ്ങനെ ആളുകളുടെ സംഭാവന ഇവിടേക്ക് വരണം. കാരണം ഇത് അതായത് കപിൽ സിബൽ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ വ്യാപ്തി എത്ര വലുതായിട്ടായിരിക്കും വളരാൻ പോകുന്നത്. കാരണം അത്രയും ഈ രാജ്യത്ത് എവിടെയും നടക്കുന്ന ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ, ഇതിനെതിരെയുള്ള പ്രതികാര നടപടികൾക്കെതിരെയുള്ള നിയമ നടപടികൾക്ക് പണം സ്വരൂപിക്കാനുള്ള ആരംഭം ആയിട്ട് കപിൽ സിബൽ 1 കോടി രൂപ സംഭാവന ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അതായത് ഇത് അത്ര ഘോരമായി തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ ഇവർ ഈ പീരങ്കി തിരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെറുതെ അല്ലേ AK-47 എടുത്ത് പ്രയോഗിച്ചത് ആരെങ്കിലും? അത് സ്വാഭാവികമായി അത് വന്നതാണ് അതിനകത്തുനിന്ന്. അപ്പോൾ
തീർച്ചയായും ആ നിലയ്ക്ക് തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് CJP പ്രവർത്തകർക്ക് അടക്കമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണ്, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ അല്ലെങ്കിൽ ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഒരു തീരുമാനമുണ്ടാക്കുന്ന ഘട്ടത്തിൽ അതിനൊരു കുറച്ച് സമയം കൂടെ കൊടുക്കും. അന്ന് രാവിലെ എഴുന്നേറ്റ്, അതായത് സമരം അവസാനിപ്പിച്ച് ആ നിമിഷം പിരിയുന്ന ഒരു പരിപാടിയില്ല. അതിലൊരു ഉറപ്പ്, ആ ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിച്ചതിന് ശേഷമാണ് ഒരു പിരിയുക. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകുന്നവരൊക്കെ ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. അഭിജിത്ത് ദീപ്കെ ടൈഫോയിഡ് പിടിച്ച് കിടപ്പിലാണ്. ഇതൊക്കെ ആയിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ അവർ അവസാനിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത ദിവസം വിക്ടറി മാർച്ചൊക്കെ നടത്തി അങ്ങനെ അങ്ങ് അവസാനിക്കുകയായിരുന്നു. അങ്ങനെയല്ല, ഇവരിത് സർക്കാർ അവിശ്വാസം സർക്കാരിലുള്ളതുകൊണ്ടാണല്ലോ ഇവർ സമരം ചെയ്യുന്നത്. ആ അവിശ്വാസം ഈ വാഗ്ദാനത്തിലൂടെ വിശ്വാസമായി മാറരുതായിരുന്നു. അത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. സർക്കാർ ഈ മട്ടിൽ ചിലപ്പോൾ പെരുമാറാൻ സാധ്യതയുണ്ടെന്ന് കരുതണമായിരുന്നു. ഇപ്പം നമ്മൾ പറയും, ഇത് നെഹ്റു അല്ലല്ലോ രാജ്യം ഭരിക്കുന്നത്. പരിഹാസം. അതിപ്പോൾ പഴയ കാർട്ടൂൺ, ഇപ്പോൾ എല്ലാവർക്കും കാർട്ടൂൺ ഇരുന്ന് വരയ്ക്കാൻ പറ്റില്ലല്ലോ. പഴയ കാർട്ടൂൺ വരയ്ക്കാൻ പിന്നെ ശങ്കറിനോട് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കാർട്ടൂൺ അല്ല. ഞാൻ പറഞ്ഞില്ലേ, പത്രത്തിൻ്റെ കാലം കഴിഞ്ഞു, ടെലിവിഷൻ്റെ കാലം കഴിഞ്ഞു എന്ന് ചിലർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, എതിർപ്പുകൾ, അതിനെ ആ മട്ടിൽ വേണം കാണാനായിട്ട്. ഇവിടെ ആൽഫയായിട്ടുള്ള ഒരു പയ്യൻ്റെ വീഡിയോ വളരെ വൈറലായിരുന്നു. പേര് ഞാൻ മറന്നുപോയി ഇപ്പോൾ. ആ അക്കൗണ്ട് വരെ പൂട്ടിച്ചു. അതായത് ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. വളരെ ഒരു ചെറിയൊരു ഉപദേശം മാത്രമാണ് അതിനകത്ത് കൊടുക്കുന്നത്. പ്രധാനമന്ത്രി ഇങ്ങനെയല്ല, ജെൻസിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് എന്ന് വിളിക്കരുത്, പകരം ഹായ്, ഹലോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഹായ് അല്ലല്ല, ഹായ് ഗായ്സ് എന്ന് വിളിച്ച് വേണം തുടങ്ങാൻ എന്ന് ഈ ഒരു പയ്യന് ഉപദേശം. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു അല്പം മുമ്പാണ് ഞാൻ അതിൻ്റെ ഒരു വാർത്ത കാണുന്നത്, അത് അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ അതുപോലെ അതടക്കം എല്ലാ കണ്ടൻറ്റും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. അതിങ്ങനെ ആ കണ്ടന്റ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന ആളുകൾക്കെല്ലാം എതിരെ പ്രതികാര നടപടിയുമായി ഇറങ്ങിത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആനമണ്ടത്തരം കാണിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നുമല്ല. സർക്കാർ എന്നുള്ള നിലയിൽ, ആ സംവിധാനം എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർ കുറച്ചുകൂടി അവധാനതയോടെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്ന നിലയ്ക്കല്ല ഇതിനെ കാണേണ്ടത്. ഇതുകൊണ്ട് അവസാനിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് കരുതലോടെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ അവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരുന്ന ജുനൈദിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഉത്തർപ്രദേശിൽ വീട്ടിൽ റെയ്ഡ്. എന്തൊരു കാരണം ഉണ്ടായിട്ടാണോ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ? കേരളത്തിലെ ഒരു സംഘപരിവാർ പ്രൊഫൈൽ ഞാനിത് രാവിലെ വായിച്ചിട്ട് എനിക്കിത് ചിരിക്കണോ കരയണോ എന്നായിപ്പോയി. അഭിമാനം കൊണ്ട് വിജൃംഭിതനായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു. അതായത് ഉത്തർപ്രദേശിൽ റെയ്ഡ് നടന്നതിനെക്കുറിച്ച് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കയറി നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഈ മനോനിലയുമായാണ്. അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാനുണ്ടല്ലോ. TG മോഹൻദാസിൻ്റെ പ്രകടനമൊക്കെ അതിൻ്റെ ആ വെറുപ്പിൻ്റെ ഉണ്ടല്ലോ പ്രകടനമാണ്. അത് അങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. എല്ലാ BJP നേതാക്കളും ഒന്നും ഇങ്ങനെയൊന്നല്ല. ഈ വിഷയത്തെ തിരിച്ചറിയുന്നവരും പക്വതയോടെ ഈ വിഷയത്തെ കാണുന്നവരും ഇത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ബോധ്യമുള്ളവരും ആ സംവിധാനത്തിനകത്തുള്ളത് കൊണ്ട് കൂടിയാണ് ഈ രാജി ഇപ്പോൾ സംഭവിച്ചത്. കാരണം അത്തരം ഉപദേശങ്ങളും അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ RSS മേധാവി മോഹൻ ഭാഗവത് എന്താ പറഞ്ഞത്? വിദ്യാർത്ഥികളെ കേൾക്കണം, അവധാനതയോടെ കേൾക്കണം, അങ്ങനെ വേണം അവർ അല്ലാതെ അവരെ കൈകാര്യം ചെയ്യുകയല്ല വേണ്ടതെന്ന് RSS മേധാവി പറഞ്ഞതിന് പുല്ലുവിലയാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇത് കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് അബദ്ധത്തിലേക്ക് കലാശിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് തന്നെയാണ് അതിനകത്ത് ഈ ഹർഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവർ തോറ്റിട്ടേയില്ല, ഒരിക്കൽ പോലും തോറ്റിട്ടില്ല. ആര് BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും ഈ രാഷ്ട്രീയ പക്ഷത്തിനൊരു തോൽവിയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവർ തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷേ ആ തോറ്റ തെരഞ്ഞെടുപ്പുകളെ വിജയമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ കുതന്ത്രവും അവർക്ക് കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ പലയിടങ്ങളിലും തോൽക്കുമ്പോഴവർക്ക് പക്ഷേ മറ്റു തരത്തിൽ ആളുകളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാനും കാശിറക്കിയിട്ടാണെന്ന് അവർ പറയും. കാശിറക്കാതെ ഇങ്ങനെ ആളുകൾ വരുമോ എന്ന സംശയം നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ ഈ MP-മാരെയും മറ്റും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ മന്ത്രിമാരെയും മറ്റുമൊക്കെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ട് ഒരിക്കലും തോറ്റിട്ടേയില്ല. 12 വർഷമായിട്ട്, 12 വർഷമല്ല, അതിനു മുമ്പ് അണ്ണാ ഹസാരയുടെ സമരം തൊട്ട് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൻ്റെ, മൻമോഹൻ സർക്കാരിൻ്റെ അവസാന കാലം തൊട്ട്, പ്രതിപക്ഷം എന്ന നിലക്ക് BJP അതിശക്തമായിട്ട് വന്ന കാലം തൊട്ട്, പിന്നീട് നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് രാഷ്ട്രീയത്തിനകത്ത് ഉദിച്ചുയർന്ന കാലം തൊട്ട് ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയമാണ്.
തെരഞ്ഞെടുപ്പുകളിൽ ജനം വോട്ട് ചെയ്ത് തോൽപ്പിച്ചെടുത്ത് പോലും ഇവർ പണം കൊണ്ടും മറ്റു തരത്തിലുള്ള സ്വാധീന ശേഷി കൊണ്ടും ഇവർ വിജയമുണ്ടാക്കും എന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 വർഷക്കാലം ഒരിക്കലും തോൽക്കാത്ത, ഞങ്ങൾ തോൽക്കുകയേ ഇല്ല എന്ന മനോനിലയായിട്ട് തുടരുന്ന ഈ BJP രാഷ്ട്രീയ മനസ്സുള്ള ആളുകൾക്ക് മുന്നിലേക്കാണ് ഇടുത്തി പോലെ ഈ സംഗതി വന്ന് വീണത്. നമ്മളത് കാണുന്നുണ്ടല്ലോ. അതായത് എന്നു മാത്രമല്ല, ഇനി അങ്ങോട്ടാണെങ്കിലും ഞങ്ങളുടെ രാജ്യം മാത്രമാണ് വരിക എന്ന നല്ല ആത്മവിശ്വാസം നിൽക്കുന്ന ആളുകളായിരുന്നു അവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 1 ഇന്ത്യ 1 ഇലക്ഷൻ സംഗതി വരുന്നു, പിന്നെ ഈ പറയുന്ന മണ്ഡല പുനർനിർണ്ണയം വരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ നിശ്ചയിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം ഇപ്പോൾ പലതരത്തിൽ ദേശീയ ഗീതമാണെങ്കിലും എല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അടിയുറപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞിട്ട് ചില ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ബഹുഭൂരിപക്ഷം പേരും അവരുടെ കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്, നരേന്ദ്രമോദി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃബിംബമായിട്ട് ഒരു പ്രസിഡൻഷ്യൽ രീതിയിലൊക്കെയുള്ള, ഇപ്പോൾ തുർക്കിയിലും റഷ്യയിലൊക്കെ ഉള്ളതുപോലെ ഒരു ദീർഘകാലത്തേക്ക് ഭരണം, ദീർഘകാലത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഭാവി കാലത്തോളം തങ്ങളുടെ കയ്യിലേക്ക് ഭരണം വരുന്ന, മറ്റുള്ളവരെല്ലാം വളരെ പിന്നോട്ട് മാത്രം നിൽക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നതെന്ന വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു എല്ലാവരും നിന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വിജയിച്ച് പോകുമായിരുന്നു. കാരണം എത്ര വലിയ പ്രതിപക്ഷം അപ്പാടെ തന്നെ ഒന്നിച്ചൊരു മുന്നണി ഉണ്ടാക്കി നിന്നിട്ട് പോലും ഇവരുടെ മുന്നിൽ വിജയിക്കുന്നുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ വോയിസ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം സകലമാന മാധ്യമങ്ങളും ഈ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഈ കേന്ദ്ര സർക്കാരിനൊപ്പം BJPക്കൊപ്പം സംഘപരിവാര രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏകദാനമായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇടുത്തി പോലെയും ശരിക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അത്ഭുതകരമാകുന്ന വിധത്തിലും ഈ ഒരു സമരം വന്ന് വീഴുകയും ഇങ്ങനെ അങ്ങ് വിജയിക്കുകയും ചെയ്തത്. അതായത് അവർക്കറിയാവുന്ന എല്ലാ തന്ത്രങ്ങളും അവർ പ്രയോഗിച്ച് നോക്കി. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അടുത്ത വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ TG മോഹൻദാസ് പറയുന്ന കാര്യം ശരിക്കും അവർ ചെയ്തു നോക്കി. അവർ തല്ലി ഓടിച്ചു. അവർ പെൺകുട്ടികളെ മോളസ്റ്റ് ചെയ്തിട്ട് അവരെ പേടിപ്പിച്ച് വീടുകളിലേക്ക് തിരിച്ചോടിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷേ അവരുടെ ആ തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. ഈ ചെറുപ്പക്കാർ, അതായത് കുട്ടികൾ, അതായത് ഈ പയ്യന്മാരെന്നൊക്കെ പറയില്ലേ, അവരങ്ങ് വിജയിച്ചു. 10-25 വയസ്സ് മാത്രമുള്ള നരേന്ദ്ര ദാമോദർദാസ് മോദി 12 വർഷം മുമ്പ് വരുമ്പോൾ 10-12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ ഈ സമരത്തെ വിജയിപ്പിച്ചു. ഇതിൽ ഹർഷം പറഞ്ഞതുപോലെ രോഷം, ഈ പറയുന്ന അങ്ങനെ സംഭവിച്ചോ എന്ന അത്ഭുതകരവും മറ്റും ചേർന്ന രോഷം ഈ ആളുകളെ അങ്ങേയറ്റം അഗ്രസീവായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ കണ്ടല്ലോ, ആ പോലീസ് വാനിനെ ഇങ്ങനെ തടയുന്നതായിട്ട് പോസ്റ്റ് ചെയ്ത് നിന്ന ആ പെൺകുട്ടി, ആ മോഡല് റിയ ആഹിർ എന്നാണ് അവരുടെ പേര്. അവർ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിന്. കാരണം അവരെ അതിക്രൂരമായിട്ട് സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫോട്ടോ ഡീപ്പ് ഫേക്ക്, അവരവിടെ ഒരു മോഡലാണ്. അവിടെ ഇൻസ്റ്റാ പേജിലൊക്കെയുള്ള വീഡിയോസ് തന്നെ എടുത്തിട്ട് അവരങ്ങ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളി, തെറിവിളി, ബഹളം. അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. ജുനൈദിൻ്റെ കാര്യം ഹർഷം പറഞ്ഞു. ജുനൈദിൻ്റെ വീട്ടിൽ ജുനൈദ് എന്താ ചെയ്ത്, സമരം ചെയ്യാൻ വരുന്ന ഈ ചെറിയ കുട്ടികൾക്ക് പല വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അതിൽ RSSകാരുടെ വീടുകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, BJPയുടെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, കോൺഗ്രസ്സുകാരുടെ, CPMകാരുടെ, CPIക്കാരുടെ, അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുടെ എല്ലാ മതജാതി രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഈ കുട്ടികൾക്ക് ജുനൈദ് ഭക്ഷണം കൊടുത്തു. ഇത്രയും ആളുകൾ അവിടെ ജന്തർമന്ദറിൽ നിൽക്കുക, ഭക്ഷണം കൊടുത്തതിനെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് ചെയ്യുന്നത്. എന്നിട്ട് UP പോലീസ് ആ കുടുംബത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയായിട്ട് 100,000 സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഐഷേ ഘോഷ്, SFIയുടെ നേതാവ് ഐഷേ ഘോഷ് ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞു, ജുനൈദ് ഭായിക്കൊപ്പം നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ പറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത് ആക്രമിക്കുക എന്ന് വെച്ചാൽ അവർക്ക് വല്ലാതെ വിഷമത്തിലായിപ്പോയി. ഞങ്ങളുടെ പക്ഷത്തിൽ ഇങ്ങനൊരു ക്ഷീണമുണ്ടാകും എന്നവർ സ്വപ്നേവി വിചാരിച്ചിരുന്നില്ല. അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് മോദിജിയും അമിത്ഷാജിയും ഇതിനെ എതിർത്ത് തീർത്തോളും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. 2 മന്ത്രിമാർ, ഹർഷേന്ദ്ര വാർത്താ സമ്മേളനം സൗരവ്ദാസ് ഈ സംഗതി സമരം പിൻവലിച്ചു എന്ന് പറയുന്ന വാർത്താ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതിയുടെ നേർചിത്രമായിരുന്നു. അങ്ങേറ്റം ഗ്ലൂമി ആയിട്ട് 2 കേന്ദ്രമന്ത്രിമാർ, BJP സർക്കാരിലെ, നരേന്ദ്രമോദി സർക്കാരിലെ 2 മന്ത്രിമാർ, അതിശക്തമായ ഈ സർക്കാരിലെ 2 മന്ത്രിമാർ അങ്ങേയറ്റം ഗ്ലൂമി ആയിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. വളരെ സാത്വികമായിട്ടുള്ള പോസ്റ്ററുമായിട്ട് ഈ സൗരവ്ദാസിനെ പോലുള്ള ചെറുപ്പക്കാർ കാര്യം പറയുകയാണ്. സൗരവ്ദാസും അശുതോഷ് റാങ്കേയുമാണ് വാർത്താ സമ്മേളനത്തിരുന്നത്. 2 ഗ്ലൂമി ആയിട്ടുള്ള ഈ പറയുന്ന BJP സർക്കാരിൻ്റെ പ്രതിനിധികളും ഒട്ടും അമിതാവേശം കാണിക്കാതെ വളരെ സാത്വികമായിട്ടുള്ള പോസ്റ്ററുമായിട്ട് 2 ഈ CJPയുടെയും രാജ്യത്തെ യുവത്വത്തിൻ്റെയും പ്രതിനിധികൾ ഇരിക്കുകയാണ്. അപ്പോൾ അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ശരിക്കും ഇത് കണ്ട സംഘപരിവാര ഭക്തരായിട്ടുള്ള ഈ BJP കേന്ദ്ര സർക്കാരിൻ്റെ വലിയ അണികളായിട്ടുള്ള ആളുകൾ ആകപ്പാടെ വലിയ വിഷമത്തിലായിപ്പോയി. അവർ അങ്ങനെയുള്ള ആളുകളിലെ രാഷ്ട്രീയ അധികാര പദവിയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതും. ഇത് അസമിലെ BJPയുടെ മന്ത്രിയുടെ മകളുണ്ട് ഇവരുടെ പ്രതിഷേധത്തിൽ. മറ്റൊരു സംസ്ഥാനത്തെ MP-യുടെ മകളുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആഹ്ലാദ പ്രകടനം നടത്താൻ. അപ്പോൾ അവരവരുടെ വീടുകൾക്കകത്തേക്ക് തന്നെ തങ്ങൾക്കെതിരായുള്ള രാഷ്ട്രീയ ചിന്ത കടന്നു കയറിയിരിക്കുന്നു എന്നത് അവരെ നിരാശരാക്കി കളഞ്ഞു. ആ നിരാശയുടെ പ്രതിഫലനമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് 2 തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ BJPക്കാരെല്ലാവരും രാഷ്ട്രീയമായിട്ട് ധാരണയില്ലാത്ത ആളുകളല്ല.
BJP നേതാക്കളും മന്ത്രിമാരും ഒക്കെ അതിനകത്തുണ്ട്. അവരൊരുപക്ഷെ ഇടപെടുകയും അവരിടപെട്ടുകൊണ്ടായിരിക്കുമല്ലോ സമരങ്ങൾ തീർന്നത്. മൂഡ് ഓഫ് ആയിട്ട് അവിടെ ചെന്നിരിക്കാൻ ഈ മന്ത്രിമാർ തയ്യാറായതും ഇതിങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ കുഴപ്പമാകുന്നുള്ള ധാരണ കൊണ്ടാണല്ലോ. അപ്പോൾ ആ തരം കുറച്ചുകൂടെ വയസ്സായിട്ടുള്ള BJP നേതാക്കൾ ഇറങ്ങുകയും ഇത് പതുക്കെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അവർക്ക് കൊടുത്ത അവർക്ക് കൊടുത്തിരിക്കുന്ന നമ്മൾ ഈ പറയുന്ന നിങ്ങൾ കേസെടുക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതാണ് നല്ലത് എന്ന് കണക്കാക്കിയിട്ട് ഈ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ട് കുറെ കൂടെ സമവായ തലത്തിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ആളുകൾ വിജയിക്കുകയാണെങ്കിൽ ആ നിലക്ക് പോകും. അതല്ല, ഈ രോഷം ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ രോഷം പ്രകടിപ്പിക്കുകയും ഈ അധികാരത്തിൻ്റെ ദണ്ട് അല്ലെങ്കിൽ ഈ AK-47 വീണ്ടും എടുത്ത് വീശാൻ ഇവർ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ കേസുകൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ സൗരവ് ദാസിനും അഭിജിത് ദീപികയ്ക്കും മറ്റെല്ലാവർക്കും അവിടേക്ക് വീണ്ടും പോകേണ്ടതായിട്ട് വരും. ഈ സമരം ചെയ്ത ഈ രാജ്യത്തെ യുവത്വം അവിടെ ജന്തർ മന്ദറിൽ പോയിട്ട് ഇത്രയും ദിവസം ഇരുന്ന ആളുകൾ ചില്ലറക്കാരല്ല ഇപ്പോൾ എന്ന് ഇവർ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ മൃഗശാലക്കകത്ത് ജനിച്ചു വളർന്നൊരു സിംഹക്കുട്ടി വലുതായിട്ട് ആ കൂട്ടിനകത്ത് മാത്രം ജീവിച്ച സിംഹം പുറത്തേക്ക് ഒരു തവണ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്ന സിംഹം ഇവിടെ ഉണ്ടായിരുന്ന സിംഹം ആയിരിക്കില്ല. അവർ കാട്ടിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ രസം ടേസ്റ്റ് അറിഞ്ഞ സിംഹമാണ്. അതായത് ഇവർ 10-12 വയസ്സുള്ളപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയിരിക്കുന്ന ഈ ദേശീയ സർക്കാരിനെതിരെ അവർക്കെതിരായിട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ സമരം ചെയ്ത് ഈ സമരത്തിൻ്റെ കരുത്തും സമര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വായുവും ഒരു തുറന്ന ഒരു അന്തരീക്ഷവും പിടികിട്ടിയിട്ടുള്ള ഈ ചെറുപ്പക്കാർ വീണ്ടും സമരത്തിലേക്ക് പോയാൽ ഇവരുടെ തോക്കും ഇവരുടെ ലാത്തി ചാർജും ഇവരുടെ ഇത്തരം കേസുകളും നിൽക്കുമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ അപ്പോൾ സംഭവിക്കാവുന്നൊരുന്നല്ല, നമ്മളെയൊക്കെ ഭയപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റൊരു കുഴപ്പത്തിലേക്ക് ചെന്ന് അവസാനിക്കും. ഇവർ ഇങ്ങനെ ഇത്രമേൽ രൂക്ഷമായിട്ടും മോശമായിട്ടും ഡൽഹി പോലീസ് ഗുണ്ടകളെ പോലെയാണല്ലോ ഹർഷ പെരുമാറിയത്. ഡൽഹി പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. ഈ ചെറിയ പെൺകുട്ടികളെ ഇങ്ങനെ ഇടിക്കുകയും അടിക്കുകയും ലൈംഗികമായിട്ട് അതിക്രമിക്കുകയൊക്കെ ചെയ്ത ഈ ആളുകൾ, അപ്പുറത്ത് AK-47 എടുത്ത ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവർ തോറ്റു എന്ന് വിചാരിച്ചിരിക്കുന്ന ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അവർക്കൊരു അനുമതി കൂടെ കിട്ടിയാൽ അവർ വല്ലാത്ത തോതിലായിരിക്കും ഈ സമരത്തോട് അടുത്ത ഘട്ടത്തിൽ പെരുമാറുക. അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. പക്ഷേ ആ മോശം സിറ്റുവേഷൻ ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുക ലോക ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ആത്യന്തികമായിട്ട് എത്രയോ വലിയ പവർഫുള്ളായിട്ടുള്ള എത്രയോ വലിയ അധികാര പ്രമത്തമായിട്ടുള്ള സകലമാന സംവിധാനങ്ങളും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ഭരണകൂടങ്ങൾ നിസ്സാരമായിട്ട് ഈ കുട്ടികളുടെ മുന്നിൽ ചെറുപ്പക്കാരുടെ മുന്നിൽ വീണ് പോയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യശരീരത്തിനാകത്താനെ ആകപ്പാടും ബുദ്ധിമുട്ടാവുകയും കുഴപ്പമുണ്ടാവുകയും ഒക്കെ ചെയ്യും. നമ്മളൊരുപാട് സങ്കടപ്പെടുകയും ഒക്കെ മറ്റ് വേണ്ടി വരും. പക്ഷേ അത്തരം സംഗതികളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക. എനിക്ക് തോന്നുന്നു ഈ സമരത്തിൻ്റെ ഇതുവരെയുള്ള പോക്ക് മുന്നോട്ട് കണ്ട ഈ രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തം കാണിക്കട്ടെ. ഇപ്പോൾ ഇതൊരു BJPയുടെ സമ്പൂർണ്ണാധികാരമുള്ളൊരു സർക്കാരല്ല യഥാർത്ഥത്തിൽ. നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും 2 പാർട്ടികൾ പുറത്തു നിന്ന് പിന്തുണച്ചിട്ടാണ് ഈ ആളുകൾ ഭരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ മാസവും കഴിഞ്ഞ ആഴ്ചയും വരെ കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കളായിരുന്ന ആളുകളടക്കം അവരുടെ ആ രാഷ്ട്രീയ ചിന്ത ഉള്ളിലുള്ള ആളുകൾ അവർക്കൊപ്പമുണ്ട്. അപ്പോൾ അവർ കൂടെ ഇടപെട്ടിട്ട് ഇതിലപ്പുറത്തേക്ക് വഷളാവരുത് എന്ന ഒരു മെസ്സേജ് കൊടുക്കുകയും ആ നിലക്ക് ഇനി അങ്ങോട്ട് കൊടുത്ത വാഗ്ദാനം പാലിച്ചിട്ട് ഒരു കേസും എടുക്കാതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്താൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഒരു കാര്യമുള്ളത്, ഒറ്റ ഇൻഡിവിജ്വലിനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ കേസിൻ്റെ പേരിൽ ഉപദ്രവിച്ചാൽ ഈ കുട്ടികൾ അറിയും, അവരതിൽ ഇടപെടും. ഇപ്പോൾ തന്നെ സാക്ഷി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളിലേക്ക് പോകും. ഇപ്പോൾ പിന്നെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, പ്രതിപക്ഷം എന്നത് ഈ സമരത്തിന് മുമ്പുള്ള പ്രതിപക്ഷമല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷം. അവർ കൂടുതൽ ഊർജ്ജവും ശക്തിയും നേടിയിട്ടുള്ള പ്രതിപക്ഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ള ഇതിൽ സരീഷ് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ നടപടിക്ക് വേണ്ടി വല്ലാതെ മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം, നമ്മൾ എന്നും പറയുന്നത് പോലെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, മാധ്യമങ്ങൾ തന്നെയാണ്. ഒരു വിഭാഗം ഈ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ നടപടിക്ക് വേണ്ടി ഇവർക്ക് എതിരെ ഇവർ രാജ്യദ്രോഹികളാണ് എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരക്കാരുണ്ടല്ലോ, അതായത് പല പോക്കറ്റുകളിലായി അസ്വസ്ഥരായിരിക്കുന്ന മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ്. പിന്നെ ഭരണകൂടം തോറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനുവേണ്ടി നിലവിളിക്കുക. അത് തോറ്റവർ അവർ കൂടി ആയതുകൊണ്ടാണ്. അതായത് സത്യത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പോലും ചില എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങളിതാ അവർ പറഞ്ഞ കാര്യത്തോട് ചേർന്ന് നിന്ന് രാജ്യത്തെ യുവജനങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലേ, അവരുടെ രോഷത്തെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലേ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിച്ചില്ലേ എന്ന് പറയാവുന്ന നില ഇപ്പോഴും നരേന്ദ്രമോദിക്ക് പോലും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സർക്കാരിന് പോലും ഉണ്ട്. ഞങ്ങൾ രാജ്യത്തിൻ്റെ യഥാർത്ഥ സെൻസിനെ മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് എന്താണ് ഹർഷ അങ്ങനെ ഒരു ഇതുള്ളത്? അതായത് തോറ്റതിൽ ഏറ്റവും ഗംഭീരമായിട്ട് തോറ്റത് അവരാണ്. ഏറ്റവും ഗംഭീരമായിട്ട് തോറ്റുപോയവരാണ് സിനിമാക്കാർ പോലും. ഈ പറയുന്ന പേടിയുടെ അന്തരീക്ഷത്തിനകത്ത് നിൽക്കുന്ന നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിലെ പ്രമുഖർ പോലും നമ്മൾ അപ്രതീക്ഷിതമായിട്ടും അത്ഭുതപ്പെടുന്ന വിധത്തിൽ ഇവരെല്ലാം വന്നോ എന്ന തോതിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ നേരത്തെ ഹർഷം പേരുമെടുത്ത് പറഞ്ഞ ഈ അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള ഈ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് അവരായിരിക്കും ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഈ പറയുന്ന പോലെ ഉള്ള ആക്രോശങ്ങൾ ഉയർത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ.
നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ യുവാക്കൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് നടപടികളെക്കുറിച്ച് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ്. ഡൽഹിയിലെ സമരങ്ങളെ നേരിട്ടതിനേക്കാൾ ക്രൂരമായാണ് പോലീസ് ബീഹാറിൽ കൈകാര്യം ചെയ്തത് എന്നതും ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയമാണ്. എന്നാൽ ഇത്രയധികം ഭീകരമായ ദൃശ്യങ്ങൾ ജനങ്ങളുടെ ആകെ മുന്നിൽ നിൽക്കുമ്പോഴും വിശദീകരണം നൽകേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മൗനം തുടരുകയാണിപ്പോഴും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്നതും കേന്ദ്ര സർക്കാർ ഓർക്കേണ്ടതുണ്ട്. ഇതോടൊപ്പമാണ് നിലവിൽ CJPക്ക് നൽകിയ വാഗ്ദാനവും സർക്കാർ പാലിക്കുന്നില്ല എന്ന ആരോപണം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. വിഷയത്തിൽ നിയമനിർമ്മാണം മാത്രം നടത്തി തടിയൂരാൻ ശ്രമിക്കാതെ ക്രമക്കേടുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. കൂടാതെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന പെല്ലറ്റ് ആക്രമണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാകണം. RDX ഇടവേള.